إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا ഏറെ ആദരണീയരായ സത്യവിശ്വാസികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ വിടവുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കയറിയിരുന്ന് പിന്നാലെ വരുന്ന ആളുകൾക്ക് സൗകര്യമൊരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തവസ്സഉ വതഫസ്സഹു ഫിൽ മജാലിസ് എന്ന് നമ്മളോടുള്ള കൽപ്പനയാണ്. സദസ്സിൽ പരമാവധി ആളുകൾക്ക് സ്പേസ് കൊടുക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നതൊരു സഭയുടെ മര്യാദയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഖുത്ബ നടക്കുന്നതിൻ്റെ ഇടയിൽ മൊബൈലിലൊക്കെ തോണ്ടുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ ഇരിക്കുന്നത് ഒരു ആരാധനാ കർമ്മത്തിലാണ് എന്ന ഗൗരവത്തോടു കൂടി കാണണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യുവാക്കൾക്കിടയിലും മധ്യവയസ്കർക്കിടയിലും ഒക്കെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ, അതുമൂലമുണ്ടാകുന്ന മരണങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ശാരീരികമായ ദുർബലതകൾ. ഓരോ ദിവസമെന്നോണവും നമുക്ക് മയ്യത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവുകയും 35ഉം 40ഉം വയസ്സൊക്കെയുള്ള ആളുകൾ മരിക്കുകയും ഹാർട്ട് അറ്റാക്കാണോ സ്ട്രോക്കാണോ എന്ന് നമ്മൾ ചോദിക്കുകയും ചെയ്യുന്ന, നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത്രത്തോളം നമുക്കിടയിൽ ഈ ഇങ്ങനെയുള്ള മരണങ്ങളും ഇത്തരത്തിലുള്ള രോഗങ്ങളും വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യരംഗത്തെ വിദഗ്ധരായ ആളുകൾ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജീവിത ശൈലിയിലുണ്ടായ മാറ്റമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം എന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ: ഒന്ന്, കൃത്യമായ ഉറക്കില്ലായ്മ, താളം തെറ്റിയ ഭക്ഷണക്രമം, വ്യായാമമില്ലായ്മ. ഇതൊക്കെ ആരോഗ്യരംഗത്തെ ആളുകൾ തന്നെ പ്രത്യേകമായും നമ്മളോട് എടുത്തു പറയുന്നതാണ്. പ്രത്യേകിച്ചും ഉറക്കുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് തോന്നുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കിനെ കുറിച്ച് പ്രത്യേകമായി നമ്മളോട് പറയുന്നുണ്ട് 2 സൂറത്തുകളിലൂടെ. പല വിഷയങ്ങൾ ഉറക്കിനെ പറ്റി ഖുർആൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രത്യേകമായും ഇന്ന് ഈ വിഷയവുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 സൂറത്തുകളിലെ വചനങ്ങൾ. ഒന്ന്, സൂറത്തുൻ നബയിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. വജഅൽനാ നൗമക്കും സുബാത, നാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിനെ ഒരു വിശ്രമവേളയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വിശ്രമ സമയമാണ്. നമ്മൾ കഠിനമായി അധ്വാനിച്ച് കൂലിവേലകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ ക്ഷീണമുള്ള, ഭാരമുള്ള ജോലികളൊക്കെ എടുത്ത് വെയിലേറ്റ് ക്ഷീണിച്ച് അന്ന് വന്ന് വൈകുന്നേരം വന്ന് രാത്രി ഒന്ന് കിടന്നുറങ്ങി രാവിലെ
പുലർവേളയിൽ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അവിടെ മാഞ്ഞു പോയി കാണും. എങ്ങനെയാണ് ഇത് മാഞ്ഞു പോകുന്നത്? നമ്മളുടെ ശരീരത്തിന് സംഭവിക്കുന്ന തകരാറുകളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു വിശ്രമ വേളയാണ്. അവിടെ പല സംവിധാനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നാം നിങ്ങളുടെ ഉറക്കിന്റെ സമയം നിങ്ങൾക്കൊരു വിശ്രമ വേളയാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളുടെ ക്ഷീണമെല്ലാം അകറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. തീർച്ചയായും രാത്രിയെ നാം നിങ്ങൾക്കൊരു ഉടുപ്പാക്കി മാറ്റി തന്നിരിക്കുന്നു, ഒരു വസ്ത്രം കണക്കിയാക്കി തന്നിരിക്കുന്നു. നമ്മൾ ഉടുക്കുന്ന ഒരു ഉടുപ്പല്ല, നമ്മളെ വന്ന് പൊതിയുന്ന, നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉടുക്കുന്ന ഒരു ഉടുപ്പ്, ഇരുട്ടെന്നൊരു ഉടുപ്പ്. ലൈല ലിബാസൻ, നാം നിങ്ങൾക്ക് രാത്രിയെ ഒരു ഉടുപ്പ് പോലെ നിങ്ങളെ പൊതിയുന്ന, നിങ്ങളെ ചുറ്റിപ്പൊതിയുന്ന, നിങ്ങൾക്ക് ഉറങ്ങുവാനുള്ള എല്ലാ ടെൻഡൻസിയും ഉണ്ടാക്കി തരുന്ന ഒരു സംവിധാനമായി ആ ഇരുട്ടിനെ രാത്രിയെ അള്ളാഹു സംവിധാനിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ പകലിനെ നിങ്ങൾക്ക് ജീവസന്ധാരണ വേളയാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് വെളിച്ചമുള്ള സമയം, നല്ല വെയിലും വെളിച്ചവുമുള്ള സമയം എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് അധ്വാനിക്കുവാനുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ ഉന്മേഷത്തോടു കൂടി ചെയ്യുവാനുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഉന്മേഷത്തോടു കൂടി ചെയ്യണമെങ്കിൽ ഈ രാത്രിയിലെ വിശ്രമവേളയായ നിങ്ങൾക്കൊരു ഒരു ഉടുപ്പ് പോലെ അള്ളാഹു സംവിധാനിച്ചു തന്ന, നിങ്ങൾക്ക് ശാന്തമാതയായിക്കൊണ്ട് അള്ളാഹു സംവിധാനിച്ചു തന്ന ഉറക്കം, ആ ഉറക്കത്തെ മാന്യമായ രീതിയിൽ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് പകലിനെ കൂടുതൽ ഊർജത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി ആക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയുക എന്നതു തന്നെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. വീണ്ടും ഇതേ സമാനമായ പ്രയോഗങ്ങളിലൂടെ സൂറത്തുൽ ഫുർഖാനിന്റെ 47-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു പറയുന്നു, വഹുവല്ലദീ ജഅല ലകുമുൽ ലൈല ലിബാസ, അള്ളാഹുവാണ് നിങ്ങൾക്ക് രാത്രിയെ ഒരു ഉടുപ്പാക്കി തന്നവൻ, വന്നൗമ സുബാത, ഉറക്കിനെ ഒരു വിശ്രമവേളയാക്കി തന്നത്, അതുപോലെ തന്നെ പകലിനെ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ വ്യാപിച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ പരന്ന് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സമയമാക്കി തന്നത് അത് അല്ലാഹു ആകുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വലിയൊരു വിഷയം തന്നെയാണ്. സ്ക്രീനിന് മുന്നിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ മൊബൈലിന്റെ ലൈറ്റ് ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ആ ലിബാസ് കിട്ടൂല. പടച്ചോൻ തന്നൊരു ലിബാസ് ഉണ്ടല്ലോ, ആ ഇരുട്ടെന്ന ഉടുപ്പ്, ആ ഉടുപ്പിനെ കിട്ടൂല. നമ്മളെ കണ്ണിലേക്ക് ഈ സ്ക്രീൻ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാല് ബ്രെയിനിന് കിട്ടുന്ന അത് പിന്നെ സന്ദേശം അത് ഉറങ്ങാനുള്ള സമയം ആയിട്ടില്ല എന്നാണ്. എത്ര സമയവും 3 മണി വരെയും 4 മണി വരെയും ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ സമയം പൂണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് താളം തെറ്റലാണ്. നമ്മളുടെ ജീവിത രീതിയിലുള്ള അള്ളാഹു വെച്ച സിസ്റ്റത്തിലുള്ള ഒരു താളം തെറ്റലാണ്. ശാസ്ത്രം വളരെ കൃത്യമായും ആരോഗ്യരംഗം വളരെ വ്യക്തമായും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വളരെ ശാന്തമായി രാത്രിയിൽ ആഴത്തിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ആക്റ്റീവ് ആകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഗ്ലിംഫറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം. അതെന്താണെന്ന് വെച്ചാൽ തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും നമ്മളുടെ ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങൾ വിതരണം ചെയ്യുവാനും സഹായിക്കുന്ന, ശരീരത്തിൽ നടക്കുന്ന, ബ്രെയിനിലൊക്കെ നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ ഗ്ലിംഫറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. അത് പിന്നെ ഒരു ദ്രാവകം നമ്മളുടെ തലച്ചോറിൽ ആക്റ്റീവ് ആവുകയും അതുപയോഗിച്ചുകൊണ്ട് തലച്ചോറ് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത്. ഈ ഒരു സിസ്റ്റം നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നതോടുകൂടി ശരീരത്തിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന മാലിന്യങ്ങൾ, വിഷമുള്ള പ്രോട്ടീനുകൾ, മറ്റ് ശരീരത്തിന് ദോഷകരമായ വസ്തുക്കൾ, ഇതിനെയൊക്കെ നീക്കം ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെ കൂടിയാണ്. അത് നമ്മളുടെ ശരീരത്തിൽ ആക്റ്റീവ് ആകണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുക എന്നതാണ്. രാത്രിയിലാണ്, ഇരുട്ടുള്ള രാത്രിയിലാണ്, പടച്ചവൻ ഉറങ്ങുവാൻ വേണ്ടി നമുക്ക് സംവിധാനിച്ച രാത്രികളിലാണ് അത് കൂടുതലായി ആക്റ്റീവ് ആവുക എന്നത് ആരോഗ്യരംഗത്തെ വിദഗ്ധരായ ആളുകൾ തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. ഈ ഉറക്കം കൃത്യമായിട്ടില്ല എങ്കിൽ ബ്രെയിനിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ ക്രമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ബ്രെയിനിലെ കോശങ്ങൾക്ക് തകരാറുണ്ടാകും, അതുപോലെ വെയിനുകൾക്ക് പ്രശ്നമുണ്ടാകും, ഹാർട്ട് കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരും. ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും വിശ്രമിക്കുന്നുണ്ട്. ആന്തരിക അവയവങ്ങൾക്കൊക്കെ അതിൻ്റെതായ സംവിധാനങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതൊക്കെ താളം തെറ്റും. ഹൃദയം കൂടുതൽ സമയം
കൂടുതൽ ആക്റ്റീവ് ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിന് ഡാമേജ് സംഭവിക്കും, ബ്രെയിനിന് ഡാമേജ് സംഭവിക്കും. അത് ഹാർട്ട് അറ്റാക്കിലേക്കും സ്ട്രോക്ക് പോലെയുള്ള വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നത് വളരെ കൃത്യമാണ്. ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളോട് പറയാണ്, ഹുവല്ലദീ ജഅലലകുമുൽ ലൈല ലിതസ്കുനൂ ഫീ. മനുഷ്യരെ, ഈ രാത്രിയെ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് എന്തിനാണെന്നറിയാമോ? ലിതസ്കുനൂ ഫീ, നിങ്ങൾ ശാന്തമായി ഉറങ്ങുവാൻ വേണ്ടി തന്നെയാണ്, നിങ്ങൾക്ക് വിശ്രമം എടുക്കുവാൻ വേണ്ടി തന്നെയാണ്. വന്നഹാറ മുബ്സിറ, പകലിനെയാണ് അള്ളാഹു നിങ്ങൾക്ക് വെളിച്ചമുള്ളതാക്കി സംവിധാനിച്ചത്. എന്തിനാണ്? നിങ്ങൾക്ക് ആക്റ്റീവായി ഉറക്കമൊക്കെ ഒഴിച്ച് വളരെ സജീവമായി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ളതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന മനുഷ്യർക്ക് ഇതിലൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വലിയ തെളിവുണ്ട്. അള്ളാഹു ഈ സംവിധാനിച്ച സംവിധാനങ്ങളിൽ പടച്ചവനുണ്ട് എന്നതിനുള്ള തെളിവ് ഇതിലൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോ ഈ ഒരു വിഷയം, ഈ ഉറക്കിന്റെ ഒരു ക്രമം തെറ്റൽ, അതിനെ പറ്റി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഉറക്കത്തിന്റെ രീതി എങ്ങനെയായിരുന്നു എന്നത് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു നൗമ ഖബ്ല അൽ-ഇശാ, ഇശാക്ക് മുൻപ് ഉറങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലായിരുന്നു, വെറുപ്പായിരുന്നു. എന്നാലോ വൽ ഹദീസ ബഅദഹ, ഇശാ കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, നമ്മളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ വീട്, ഇശാ കഴിഞ്ഞാൽ പിന്നെ അവിടെ വെളിച്ചം ഉണ്ടാവില്ല, അവിടെ സംസാരം ഉണ്ടാവില്ല, അവരുറങ്ങും. അത്യാവശ്യ കാര്യങ്ങൾക്കല്ല കേട്ടോ ഞാൻ പറയുന്നത്. രാത്രി ജോലി ചെയ്യുന്ന ആളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. അവരും ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ താളം തെറ്റൽ നമ്മുടെ ശരീരത്തിന് അത് ഡാമേജ് ഉണ്ടാക്കും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വീണ്ടും നമുക്ക് കാണാൻ കഴിയും, മാനാമ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൽ-ഇശാഇ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് മുൻപ് ഉറങ്ങാറുണ്ടായിരുന്നില്ല. വലാ സമറ ബഅദഹ, അതിന് പിന്നെ ഇശാഇന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ സംസാരിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നില്ല. സമർ എന്ന് പറഞ്ഞാൽ അതാണ് അൽ കലാമു വസ്സഹ്റു ലൈലൻ ബിലാ ഹാജ, ഒരാവശ്യമില്ലാതെ രാത്രിയിൽ ഇങ്ങനെ ഉറക്കൊഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുക, വെറുതെ മൊബൈലിൽ ഇങ്ങനെ റീൽസ് തോണ്ടിയിരിക്കുക, അങ്ങനെ ഇരിക്കുന്ന ഒരു രീതി 11 മണിയും 12 മണിയും ഒന്നും ആവാതെ നമ്മളുടെ വീട്ടിലെ അടുക്കളകൾ ഒഴിയൂല, നമ്മളുടെ വീട്ടിലെ സംസാരം ഒഴിയും. എന്താ കാരണം? 9:30 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കാൻ തന്നെ തുടങ്ങുക. അത് ശരിയല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന സിസ്റ്റം അല്ല. മക്കളൊക്കെ ഏതൊക്കെയോ സമയത്താണ് ഉറങ്ങുന്നത്, എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കും, നമ്മളുടെ ദീനിയായ മതപരമായ പ്രവർത്തനങ്ങൾക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും, നമ്മളുടെ ശാരീരികമായ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും, നമ്മളുടെ ജോലിയിൽ അത് തകരാറുണ്ടാക്കും. ഉറക്കമൊഴിച്ച ഒരു രാത്രിയിൽ അടുത്ത ദിവസം നമ്മൾ ഉത്തരവാദിത്തമാണ്, നമ്മൾ ശമ്പളം വാങ്ങി ചെയ്യുന്ന ജോലിയാണ്, ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയൂല. കാരണം എന്താ? ക്ഷീണമുണ്ടാകും. എല്ലായിടത്തും താളം തെറ്റലുകൾ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തെ തന്നെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ സൂറത്തുൽ ബഖറ 195-ാമത്തെ ആയത്തിലൂടെ പറയാണ്, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടരുത്. സ്വയം തന്നെ നാശം വരുത്തി വെക്കുന്ന, തന്റെ ശരീരത്തിനും തന്റെ ജീവിതത്തിനും നാശം വരുത്തി വെക്കുന്ന കാര്യങ്ങൾ സ്വന്തം തന്നെ പ്രവർത്തിക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, നമ്മളുടെ ഈ കൂടി വരുന്ന ഈ ഇങ്ങനെയുള്ള രോഗങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രഷർ, ഷുഗർ, ഇതൊക്കെ കാരണമാകും, പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളതും അറിയുന്നതുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി കാണണം ഈ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ നമ്മളുടെ ജീവിതചര്യയാക്കുവാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വളരെ പ്രശംസിച്ച് പറഞ്ഞൊരു കാര്യമാണ് തഹജ്ജുദ് നമസ്കാരം എന്നുള്ളത്. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ കാലുകൾ അകലുന്നതാണ്. യദ്ഊന റബ്ബഹും, പടച്ചവനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്, ഖൗഫൻ വതമഅൻ, ഭയത്തോടു കൂടിയും അതുപോലെ തന്നെ പ്രതീക്ഷയോടു കൂടിയും, നരകത്തിലേക്ക് പെട്ടുപോകരുതേ എന്ന പേടി, അതുപോലെ തന്നെ സ്വർഗം ലഭിക്കണമെന്ന പ്രതീക്ഷ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന്, റിസ്ഖിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ്. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ, നയനാനന്ദകരമായ കൺകുളിർമയുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചത് എന്നത്, ഒരുക്കി വെക്കപ്പെട്ടത് എന്നതിനെ പറ്റി ഒരു നഫ്സിനും അറിയില്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായി കൊണ്ടാണ് അത് ലഭിക്കുക. ഇത് തഹജ്ജുദിനെ പറ്റിയാണ് പറഞ്ഞത്. ആ സമയത്തുള്ള പ്രാർത്ഥന, ആ നമസ്കാരം 1, 3, 5, 11 വരെയുള്ള ഈ നമസ്കാരം, അതിന്റെ പുണ്യത്തെ കുറിച്ച് ഖുർആൻ പലവേള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഉറക്കം, താളം തെറ്റിയ ഉറക്കം കാരണം ഈ തഹജ്ജുദിന്റെ സമയമൊന്നും അറിയാൻ തന്നെ കഴിയൂല. വളരെ വൈകി ഉറങ്ങുന്നത് കാരണം തഹജ്ജുദിന് എഴുന്നേൽക്കാനില്ല. പല ആളുകൾക്കും തഹജ്ജുദിന് എഴുന്നേൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നടക്കൂല. കാരണം എന്താ? ഉറക്കം താളം തെറ്റിയതാണ്. ഇതിനൊക്കെ ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ രാത്രി ആരാധനകൾക്ക് വളരെ പുണ്യമുള്ള ഒരു സമയങ്ങളാണ് രാത്രിയുടെ അവസാന ഭാഗങ്ങൾ എന്നതൊക്കെ പറയുന്നത്. അത് നേരത്തെ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ആരാധനകളൊക്കെ നിർവഹിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ സുബ്ഹിക്ക് മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് പലർക്കും കിട്ടാറില്ല. കാരണം എന്താ? ആ സമയം പിന്നെ അവർക്ക് സുബഹിയുടെ ജമാഅത്തിന്റെ സമയത്തൊന്നും കൃത്യമായിട്ട് അവർ എത്തൂല. ജമാഅത്തിലേക്ക് തന്നെ എങ്ങനെയോ എത്തിയാൽ എത്തി എന്നുള്ള രീതിയാണ്. ഈ സുബഹിക്ക് മുൻപുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത്, അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഈ സുബഹിക്ക് മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അത് ഈ ഭൂമിക്കും അതുപോലെ തന്നെ ഈ ദുനിയാവും അതിൽ ഉള്ള മുഴുവൻ കാര്യങ്ങളെക്കാൾ അത് പ്രതിഫലമുള്ളതാണ്, ഉത്തമമാണ് എന്ന് അതിന്റെ പ്രതിഫലത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന സുന്നത്ത് നമസ്കാരമാണ് ഈ സുബഹിക്ക് മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പലപ്പോഴും ആളുകൾക്ക് സുബ്ഹ് നമസ്കാരം തന്നെ കിട്ടാത്ത ഒരു സന്ദർഭമുണ്ട്. അതൊരു പ്രശ്നമാണ്. കുറച്ച് പ്രായമായ ആളുകൾക്ക് മാത്രമാണ് പലപ്പോഴും സുബ്ഹിക്കൊക്കെ പള്ളിയിലേക്ക് എത്തുക. കാരണം എന്താ? ഈ രാത്രിയിൽ അങ്ങനെ 12 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകും, എന്നിട്ട് പിന്നെ കുറെ സമയം സ്ക്രീനിൽ സമയം ചെലവഴിക്കും. അവസാനം പകല് വെളിച്ചം കണ്ണിലേക്ക് തട്ടുന്ന സമയത്ത് മാത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു സിസ്റ്റം മുസ്ലിം ഉമ്മത്താണ് നാം. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഫർദായ നമസ്കാരങ്ങളെ പോലും ശ്രദ്ധിക്കാത്ത രീതിയിൽ താളം തെറ്റിയ ഒരു ക്രമം ഉണ്ടാവുക എന്നത്, നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് വിമർശിക്കപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ്. നാം ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ സുബഹിക്ക് ശേഷമുള്ള ഈ സമയമുണ്ടല്ലോ, അത് സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത് തെറ്റാണ് എന്നൊന്നുമല്ല. പക്ഷെ ആ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുള്ള സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് ആ പ്രഭാതത്തിന്റെ ആദ്യ സമയത്ത് നീ ബറക്കത്ത് നൽകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച സമയമാണത്. ആ പ്രാർത്ഥനയുടെ ബറക്കത്ത്, ആ സമയത്തിന്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ നേരത്തെ ഉറങ്ങേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ പകലിലാണ്, ഈ സുബ്ഹിയുടെ ഈ ശേഷമുള്ള സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുക. കാരണം അതൊരു ബറക്കത്തുള്ള സമയമാണ്. സ്വഹാബികൾ അവരുടെ ഭൗതികമായ അവരുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പോലും ചെയ്തിരുന്നത് ഈ സുബ്ഹിക്ക് ശേഷമുള്ളതായിരുന്നു. റസൂൽ ഒരു യാത്ര ആരംഭിക്കുകയാണെങ്കിൽ ആ സമയത്തായിരുന്നു പലപ്പോഴും ആരംഭിക്കുക. കാരണം അതൊരു ബറക്കത്തുള്ള സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രാർത്ഥനയുള്ള സമയമാണ്. ഇതൊന്നും നമുക്ക് കിട്ടൂല നമ്മൾ ഈ രാത്രിയിലെ ഉറക്ക് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ എന്ന കാര്യം ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയമായി കൊണ്ട് നമ്മൾ അതിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗൗരവപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, രാജ്യവ്യാപകമായിക്കൊണ്ട് SIR എന്ന് പറഞ്ഞ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണ സംവിധാനം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പോലും അത് വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ
നമ്മളുടെ കയ്യിലുള്ള ആയുധമാണ് ഈ വോട്ട് എന്നുള്ളത്. ഓരോ പൗരന്റെയും അവകാശമാണത്. പുതിയ തലമുറയ്ക്ക് വോട്ട് ചെയ്തിട്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്ന രീതിയുണ്ട്. അല്ല, വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേരുണ്ടാകണം. അതുണ്ടോ ഇല്ലേ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഗൗരവം കാണിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ആ വിഷയത്തിൽ ഗൗരവം കാണിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതുണ്ട്. ഭയപ്പെടുക എന്നുള്ളതല്ല. ഈ സിസ്റ്റം ഒക്കെ ഇതിൽ നിന്നും നമ്മൾ ആ വോട്ടർ പട്ടികയിൽ നിന്നൊക്കെ പേര് പോവുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഈ ഒരു വിഷയത്തെ ഒരു ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന, ഒരു ജാഗ്രതയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നതുകൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ നമ്മളുടെ നാട്ടിലുള്ള ഈ ഭരണഘടന എന്നുള്ളത്, ആ ഭരണഘടന നമ്മളുടെ അബൂ ത്വാലിബാണ്. ഞാൻ പറയണത് എന്താ വെച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അന്നുണ്ടായിരുന്ന ഒരാളുടെ അഭയത്തിൽ കഴിയുകയാണെങ്കിൽ അയാളെ പിന്നെ ഒരാൾക്കും തൊടാൻ കഴിയൂല എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിന്റെ അഭയം സ്വീകരിച്ചുകൊണ്ടാണ് മക്കയിൽ കഴിയുന്നത്. അബൂ ത്വാലിബ് മരിച്ചതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ജീവിക്കുവാൻ കഴിയാതിരുന്നത്. നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള ഒരു അബൂ ത്വാലിബ് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടന നൽകുന്ന പരിരക്ഷയാണ് നമ്മളുടെ ആരാധനാ സ്വാതന്ത്ര്യം, നമ്മളുടെ മതസ്വാതന്ത്ര്യം എല്ലാം വകവെച്ചു തരുന്നത്. അതിനെയൊക്കെ ഗൗരവത്തോടു കൂടി കാണുകയും ഇതൊക്കെ ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തതയും സമാധാനവും മതസ്വാതന്ത്ര്യവും എല്ലാം എല്ലാ കാലത്തും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.